പാകിസ്ഥാനെതിരായ ശക്തമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്ത്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. 3 ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ 100-ലധികം പാക് സൈനികരെ കൊലപ്പെടുത്തി. പാകിസ്ഥാനിലെ 1-ലധികം വ്യോമതാവളങ്ങളും ആക്രമിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സൈനിക മേധാവികളുടെ സമ്മേളനത്തിലാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വളരെ നിർണായകമായ വിവരങ്ങളാണ്. 100-ലേറെ പാക് സൈനികരെയാണ് നമ്മൾ വകവരുത്തിയത് എന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്? രാഖി, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തീവ്രത എത്രമാത്രമാണ് എന്നുള്ളതാണ് സ്ട്രാറ്റജിക് വിഭാഗം ലഫ്റ്റനന്റ് ജനറൽ ഇപ്പോൾ രാജീവ് ഖായ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ 11 വ്യോമതാവളങ്ങളായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിൽ 8 വ്യോമതാവളങ്ങളും അതേപോലെ തന്നെ 3 ഹാങ്ങറുകളും 4 റഡാറുകളും തകർക്കുവാൻ വേണ്ടി ഭാരതത്തിനായി എന്നുള്ളതാണ്. മാത്രമല്ല 9, 10 എന്നീ ദിവസങ്ങളിൽ പാകിസ്ഥാനിലെ 1-ലധികം വ്യോമതാവളങ്ങൾ ആക്രമിക്കാനായി. ഏതാണ്ട് 100-ലധികം പാക് സൈനികരെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ വ്യോമസേനയ്ക്കായി എന്നുള്ളതാണ് പ്രധാനമായും ലഫ്റ്റനന്റ് ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പാകിസ്ഥാനിലേക്ക് ഭാരതം നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ തീവ്രത, അതിനൊപ്പം തന്നെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ പാകിസ്ഥാനെതിരെ ഭാരതം നടത്തിയ ഓപ്പറേഷൻ്റെ ദിശ എന്തായിരുന്നു എന്നത് സൂചിപ്പിച്ചത് ഡൽഹിയിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ്. ആ സമ്മേളനം എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയിലേക്ക് ഈ സൈനിക സംഭാവന നൽകുന്ന രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു. ഇന്നലെ ഈ ഒരു സമ്മേളനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹവും ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിവരിക്കുകയുണ്ടായി. പാകിസ്ഥാൻ്റെ ഒരു വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ്റെ സൈനിക ശേഷിയായിരുന്നില്ല ഭാരതം ലക്ഷ്യം വെച്ചത്, മറിച്ച് തീവ്രവാദ കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി, ഭാരതത്തിൻ്റെ സിവിലിയൻ സാധാരണക്കാരെ ആക്രമിക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ തുനിഞ്ഞ സന്ദർഭത്തിലാണ് ഭാരതം പ്രത്യാക്രമണം നടത്തുവാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. ഇപ്പോൾ സൈനിക മേധാവിയും സ്ട്രാറ്റജിക് വിഭാഗം മേധാവിയും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഭാരതത്തിൻ്റെ വ്യോമ അതിർത്തി ലംഘിച്ച് ഭാരതത്തിൻ്റെ സ്വത്തുക്കൾക്കും അതേപോലെ തന്നെ സാധാരണ പൗരന്മാർക്കും കൃത്യമായ ആഘാതമുണ്ടാക്കുമെന്ന് ഉറപ്പുവന്ന ഒരു സന്ദർഭത്തിലാണ് പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി ഭാരതം ശ്രമിച്ചത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഭാരതം നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതായിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ ഒരു സൈനിക സമ്പത്തിനെയോ അല്ലെങ്കിൽ ഒരു സൈനികരെയോ ഭാരതത്തിൻ്റെ സൈന്യം ലക്ഷ്യം വെച്ചിരുന്നില്ല, മറിച്ച് പാകിസ്ഥാൻ്റെ ഈ ഭീകര കേന്ദ്രങ്ങളാണ്, ഭീകര റിക്രൂട്ടിംഗ് താവളങ്ങളാണ് ഭാരതം ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായി അത് തകർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടുണ്ടായത് ഭാരതത്തിലേക്ക് കടന്നാക്രമിക്കുവാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങളായിരുന്നു. അതിനവർ പ്രധാനമായും ഉപയോഗിച്ചത് ഡ്രോണുകളായിരുന്നു. അതേസമയം തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ DRDOയും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളുമൊക്കെ തന്നെ വികസിപ്പിച്ചെടുത്ത ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ഈ വ്യോമാക്രമണങ്ങൾ, അതായത് ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സൈന്യത്തിനായി 3 വിഭാഗങ്ങളും അതിനോട് തോളോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഈ സൈനികരെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ കരസേനയുടെ സ്ട്രാറ്റജിക് വിഭാഗം സൈനിക മേധാവിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖോയ് ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. രാഖി. ശരി നന്ദൻ, പാകിസ്ഥാനെതിരായ ശക്തമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യം. അദ്ദേഹം ഇന്ത്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് അദ്ദേഹം ഇക്കാര്യം ഒരിക്കൽ കൂടി അടിവര ഇടുന്നു എന്നുള്ളതാണ്. 3 ദിവസത്തോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ 100-ലേറെ പാക് സൈനികരെയാണ് ഭാരതം വകവരുത്തിയത്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.